ഹലോ ഗായ്സ്, അൽത്തായം ഡ്രീം ഫാക്ടറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ കുറച്ച് മീനുകളുണ്ട്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അവിടെ എൻ്റെ വാപ്പാക്ക് ആടിനെ വിൽക്കുന്ന പരിപാടിയും കൂടെ ഉണ്ട്. ആടും കോഴിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ അപ്പോൾ എൻ്റെ സുഹൃത്തിനെ വിളിക്കാം. വാ. ഇവിടെ നിന്റെ പേരെന്താണ്? ഇവിടെ എന്തൊക്കെ തരം മീനുകളുണ്ട്? ഇവിടെ ഗപ്പിയുടെ ഇച്ചിരി കുഞ്ഞുങ്ങളുണ്ട്, ഒരു ജോഡി ഗപ്പിയുണ്ട്. അതാണ് എനിക്ക് ഈ കുഞ്ഞുങ്ങളെ തന്നത്. അതുകൊണ്ട് ഇപ്പം മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാ മൊത്തത്തിൽ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ? ഇതിനകത്ത് ഞാൻ ഒരു ഫൈറ്ററിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കോഴിയുണ്ട്, ആടുണ്ട്, പൂച്ചയുണ്ട്. പൂച്ചേനെ ഇപ്പം തുറന്നു വിട്ടിരിക്കുകയാണ്. അതിനെ കയ്യിൽ പിടിച്ചാൽ കിട്ടത്തില്ല. നമുക്ക് മീനുകളെ കാണാൻ പോവാം. ഇനി പറയൂ, ഏതൊക്കെ ടൈപ്പ് മീനൊക്കെയാണ് ഇവിടെ? ആദ്യം 2 ഗപ്പീനൊക്കെ ഉണ്ട്. നിങ്ങൾ അത് എലിഫന്റ് ഇയറിന്റെ ഒരു ജോഡിയാണ്. പിന്നെ ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട്. അതിന്റെ മെയിലിൽ വാങ്ങാൻ ഞാൻ ഇന്നോ നാളെ ചിലപ്പോൾ പോകും. അത് പാണ്ടാമോളിയല്ലേ? അത് കാർപ്പാണ്, പാണ്ടയല്ല. ഓ സോറി. ഇത് ഗപ്പിയുടെ ഇച്ചിരി കുഞ്ഞുങ്ങളാണ്. പിന്നെ ടൈഗർ ഉണ്ട്. പിന്നെ ടെട്രാടെ വേറൊരെണ്ണം. ഇത് ഫീമെയിലും ഇത് മെയിലുമാണ്. ഇതാണ് മെയിൽ. നമ്മളൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. മെയിൽ ഇപ്പം നിങ്ങൾക്ക് ചിലർക്ക് എപ്പോഴും പറ്റാവുന്ന ഒരു കാര്യമാണ്. മെയിലിനെ വാങ്ങുവാണെങ്കിൽ കടക്കാരി ചിലപ്പോൾ നിങ്ങളെ പറ്റിക്കും. മെയിലിനെ വാങ്ങുവാണെങ്കിൽ മെയിലിൻ്റെ മേളിലൊരു ഇങ്ങനെ ഒരു സാധനം കാണും, മുള്ളു കണക്കിരിക്കുന്ന ഒരു സാധനം. അതാണ് മെയിൽ. ഫീമെയിലിന് അത് ഇച്ചിരിയെ കാണിക്കും. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. പിന്നെ പറയാനുള്ളത്, അതേതാണ്? അതൊരു ബ്ലാക്ക് മോളിയുടെ വേറൊരു ഇനമാണ്. എൻ്റെ കൂട്ടുകാരൻ അതിന് തന്നെയാണ്. ഫൈറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതെവിടെ? ഫൈറ്റർ താഴെ ഒരെണ്ണം കിടപ്പുണ്ട്, കാണാൻ പറ്റുമോന്ന് അറിയില്ല. വേറൊരു ഫൈറ്റർ എൻ്റെ കയ്യിലുണ്ട്. എലിഫന്റ് ഇയർ, ഡംബോ ഇയർ എന്നാണ് ഇതിന് പറയുന്നത്. ഡംബോ ഇയർ. വേറൊരു ഫൈറ്റർ ഉണ്ട്, അതിനെ കാണാൻ പറ്റത്തില്ല. അത് ബ്രീഡാണ്, പ്ലാറ്റിയിലെ താഴെ വിട്ട് പോകുന്ന പ്ലാറ്റി. അത് ഒരു കുഞ്ഞാണല്ലേ? അതായത് ഗപ്പിയുടെ കുഞ്ഞുങ്ങളാണ്. ഇതേ ഫൈറ്റർ നിൽക്കുന്നു. അതാണ് ഫൈറ്റ്. താഴേക്ക് പോയി, താഴത്തോട്ട് പോയിരിക്കുന്നു. പിന്നെ ഈ പ്ലാന്റൊക്കെ ഞാൻ ഇത്രയും ഒരു തണ്ട് കൊണ്ടിട്ടപ്പോഴാണ് എനിക്കിപ്പോൾ ഇത്രയും നിറച്ച് കിട്ടിയത്. ഇത് ഗപ്പിപ്പായലാണ്. ഇതാണ് ഗപ്പിക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുന്ന പായൽ. ഇത് നല്ല പായലാണ്, കിടന്ന് നന്നായിട്ട് വലുതാവും. ഇവിടെ ഒരാട് നിൽക്കുന്നല്ലോ, അത് ഏതിനമാണ്? അത് മലബാറിയുടെ ക്രോസ്. മലബാറിയുടെ ക്രോസാ? അത് ഏത് കുഞ്ഞായ? ഏത് കുഞ്ഞിൻ്റെ? മലബാറിയുടെ ഇനമാണ്. ഈ കോഴികളെ നിങ്ങൾ വിൽക്കാനാണോ ഉപയോഗിക്കുന്നത്, അതോ മുട്ടയിട്ടിട്ട് വിൽക്കുകയാണ്? അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഫിർദൗസ് സുഹൃത്തിൽ നിന്ന് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ നിൽക്കുക, ഓൾ നിൽക്കുക. അപ്പോൾ ബൈ.